ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടല്ല നമ്മൾ ഈ ഒരു പത്തിരി റെഡിയാക്കിയിട്ടുള്ളത്. റേഷൻ അരി മിക്സിയിൽ അരച്ചിട്ടാണ് ഈ ഒരു പത്തിരി റെഡിയാക്കിയിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റേഷൻ അരി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് പത്തിരി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റേഷനരിയാണ് എടുത്തിട്ടുള്ളത്. റേഷനരിക്ക് പകരം നിങ്ങൾക്ക് ഏത് പുഴുങ്ങലരി വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി ഈ അരി നല്ല പോലെ തന്നെ ഒന്ന് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ അരിയൊക്കെ അത് അവിടെ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ നല്ല വൃത്തിയായിട്ട് തന്നെ അത് കഴുകിയെടുക്കണം. കാരണം റേഷനരിയാണ്, അതിലൊരുപാട് അഴുക്കുകളുണ്ടാവും. അതൊക്കെ പോയി കിട്ടുന്നത് വരെ നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. ഇനി ഇത് കുതിർത്തെടുക്കണം. ഇത് കുതിർത്തെടുക്കുന്നത് നമ്മൾ തിളച്ച വെള്ളത്തിലാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ ഒരു വെട്ടി തിളക്കുന്ന വെള്ളം വേണം നമ്മൾ ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അരിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഇത് രാത്രിയിലാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് രാവിലെ ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു അരി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നമ്മൾ ഈ അരി കയ്യിലെടുത്തിട്ട് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് അത് പൊട്ടി വരണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തി വെക്കണം. അങ്ങനെ അരിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് വരും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. അതിന് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ഫൈനായിട്ട് തന്നെ ഒട്ടും തരികളില്ലാതെ തന്നെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തിക്കാക്കിയെടുക്കണം. ഈ ഒരു മാവ് ഇപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത്. നമുക്ക് പത്തിരി പരത്തിയെടുക്കാനുള്ള ഒരു തിക്നെസ്സിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് അരച്ചപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, പെട്ടെന്ന് തിക്കായിട്ട് കട്ടിയായിട്ട് പോവും മാവ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് തിക്കായി വരുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഏത് പുഴുങ്ങലരി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് അരച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് തിക്കാക്കിയെടുത്താലും മതി. ഒന്നും കൂടെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. പത്തിരി പരത്തിയെടുക്കാനുള്ള ഒരു തിക്നെസ്സിൽ വേണം ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഏകദേശം മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. ഇനി ഇത് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഓവറായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒന്ന് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം.
ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസായിട്ടാണ് ഞാനിതിവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ മാവ് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പത്തിരി പ്രസ്സിൽ അല്പം 2 സൈഡിലും അല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് പത്തിരി പ്രസ് ചെയ്തെടുക്കുമ്പോൾ മാത്രം ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ ബോൾസായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല പോലെ തന്നെ പരന്ന് കിട്ടും. ഈ ഒരു തിക്നെസ്സിലാണ് പത്തിരി ഒന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നേരെ നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പത്തിരി ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഞാനിവിടെ 3 എണ്ണം വെച്ചിട്ടാണ് ഒന്ന് ചുട്ടെടുക്കുന്നത്. ഈ സൈഡ് ഇതാ ഇതുപോലെ പുക വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മാവ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ പത്തിരി ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പത്തിരി ഇതാ നല്ല പോലെ തന്നെ പൊള്ളി വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ പത്തിരി. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു പത്തിരി ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് ചിക്കൻ കറിയുടെ കൂടെയാണ്. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പത്തിരി. നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.